അക്കാലത്ത് നമ്മൾ ഇതിനെ ഒരു ജീവന മാർഗമായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇതൊരു എന്റർപ്രണർഷിപ്പ് തന്നെ, ബിസിനസ് വെഞ്ചർ ആണ്. ഏക പരിഹാരമാണ് ഇതിനെ കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ട് കാണണം. ഇപ്പോഴത്തെ ഈ ട്രഡീഷണൽ ഫാമിങ് പതുക്കെ മാറി വരികയാണ്. കാരണം നമ്മൾ പശുക്കളെ മാറ്റി, നമ്മുടെ എൻവോൺമെൻറ്റിൽ ഇഷ്ടംപോലെ മാറ്റങ്ങൾ അതിന് ശേഷം വന്നു. അന്ന് കിട്ടിയിരുന്ന പല തീറ്റ കാര്യങ്ങളും നമുക്കിപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ കാലം ശരിക്കും മാറി. മാത്രമല്ല ടെക്നോളജി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തു. അക്കാലത്ത് നമ്മൾ ഇതിനെ ഒരു ജീവന മാർഗമായിട്ട് കണ്ടിട്ടില്ല. നമ്മൾ കൂടെ നടക്കുന്നു, വീട്ടിലേക്ക് കുറച്ച് പാല്, കുറച്ച് തൈര്, മോര്, എപ്പോൾ വരുമ്പോഴും പാലുൽപ്പന്നങ്ങൾ വേണം. ഇപ്പോൾ അതല്ല, ഇപ്പോൾ ഇതൊരു എന്റർപ്രണർഷിപ്പ് തന്നെ, ബിസിനസ് വെഞ്ചർ ആണ്. അല്ലാതെ വെറുതെ പൈസ പോകാൻ പറ്റത്തില്ല. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനേക്കാൾ ഉപരി ഇതിൽ നിന്ന് എനിക്ക് ഒരു ദിവസത്തെ വരുമാനം കിട്ടണമെന്ന് കർഷകൻ ചിന്തിച്ചു. അപ്പോൾ എൻ്റെ ഏക പരിഹാരമാണ് ഇതിനെ കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ട് കാണണം. അത് പശുവിൻ്റെ ജനിതകാവസ്ഥ മുതൽ മാനേജ്മെൻറ്റിൻ്റെ പല ഭാഗങ്ങൾ സയൻറ്റിഫിക്കലി വേണം. എങ്ങനെ ഒരു കന്നുകുട്ടിയെ വളർത്തിയെടുക്കാം, അതിന് ഏത് സമയം കൊണ്ട് കുത്തിവെക്കണം, എപ്പോൾ കുത്തിവെക്കണം, ഇതിന് സയൻസ് ഉണ്ട്. ഇപ്പോൾ അത് അറിയാനുള്ള മാർഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കൂടുതൽ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ വളർത്താൻ ശ്രമിക്കുക. കണക്കുകൾ കഥ പറയുന്ന ലെവലിലേക്ക് നമ്മളിതിനെ കൊണ്ടുപോവുക. ചുരുക്കത്തിൽ നമ്മളിതിനെ ഒരു ബിസിനസ് വെഞ്ചറായിട്ട് തന്നെ കണ്ടു വേണം വളർത്താൻ.